നമസ്കാരം. ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു നാഷണൽ മീഡിയ ഡ്രൈവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ. എന്നോടൊപ്പം ഉള്ളത് MG-JSW കൂട്ടുകെട്ടിൽ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വാഹനം MG വിൻസർ EV ആണ്. ഇന്തോനേഷ്യയിൽ വ്യൂലിംഗ് ക്ലൗഡ് EV എന്ന പേരിൽ ഓൾറെഡി വിൽപ്പനയിലുള്ള EV ആണ് വിൻസർ EV എന്ന പേരിൽ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് സെപ്റ്റംബർ 11 എത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് ജിൻഡാൽ സൗത്ത് വെസ്റ്റ് ഗ്രൂപ്പും ബ്രിട്ടീഷ് ഐക്കോണിക് ബ്രാൻഡായ മോറിസ് ഗാരേജസിന്റെ ഇന്ത്യ ഘടകവുമായി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഒരുമിച്ചാണ് ഇനി മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിലേക്ക് എത്തും. അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന വാഹനമാണ് MG വിൻസർ EV. ഈ വാഹനം ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ സ്വഭാവമുള്ള ഒരു ക്രോസ് ഓവറാണ്. എന്നാൽ ഇതിനകത്തേക്ക് 5 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവർ ഇതിനെ ഇൻ്റലിജൻറ്റ് CUV, അതായത് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും MG വിൻസർ EVയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 900 വർഷം പഴക്കമുള്ള യൂറോപ്പിലെ ഏറ്റവും വലുതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ വിൻസർ കാസ്റ്റിൽ എന്ന കൊട്ടാരത്തിന്റെ പേരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വിൻസർ എന്ന EVക്ക് നാമകരണം ചെയ്തത്. വിൻസർ കാസ്റ്റിൽ റോയൽറ്റിക്കും ആർക്കിടെക്ചറൽ എക്സലൻസിനും പേര് കേട്ടതാണ്. അതേപോലെ രാജകീയമായ ആഡംബരങ്ങൾക്കും സ്ഥല സൗകര്യത്തിനും ഡിസൈൻ മികവുമാണ് തങ്ങളുടെ വാഹനത്തിനുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. സെഡാന്റെ കംഫർട്ട്, SUVയുടെ സ്ഥല സൗകര്യം, MPVയുടെ വലിപ്പത്തിലുള്ള ലുക്ക്, ഇതെല്ലാമാണ് MG വിൻസർ EV എന്ന് പറയാം. സ്റ്റൈലിഷ് ആൻഡ് യുണീക്ക് ലുക്കിലാണ് ഈ ക്രോസ് ഓവർ EV എത്തുന്നത്. മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച MG മോട്ടോർ ഇന്ത്യയുടെ 7ാമത്തെ വാഹനമാണ് MG വിൻസർ. ആസ്റ്റർ, ഹെക്ടർ പ്ലസ്, ഗ്ലോസ്റ്റർ, MG ZS EV, അതേപോലെ തന്നെ MG കോമറ്റ് എന്നിങ്ങനെയുള്ള വാഹന നിരകൾ അവർക്കായിട്ടുണ്ട്. ഇത് MGയുടെ 3ാമത്തെ ഇലക്ട്രിക് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ MPVയുടെ സ്വഭാവമുണ്ട്, വലിപ്പമുണ്ട്, ലുക്കുണ്ട്. എന്നാൽ 5 സീറ്റിൽ മാത്രമുള്ള സീറ്റിംഗ് കപ്പാസിറ്റി. ശരിക്കും ലക്ഷറി കുത്തി നിറച്ച ഒരു വാഹനം, വലിയ കംഫർട്ടിന് പ്രാധാന്യം നൽകുന്നു. ബിസിനസ് ക്ലാസ് യാത്രയുടെ സുഖം എന്നാണ് MG അവകാശപ്പെടുന്നത്. ഇൻറ്റീരിയർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 135 ഡിഗ്രി സീറ്റുകൾ പിന്നിലേക്ക് ചരിക്കാൻ പറ്റുന്ന സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാത്രാസുഖം നൽകുന്ന ഒന്നാണ്. വലിയൊരു വാഹനം ഒറ്റ കാഴ്ചയിൽ തന്നെ ബോധ്യമാകും. പ്രത്യേകമായ ഒരു രൂപഭംഗിയാണ് MG വിൻസറിനുള്ളത്. ഈ വാഹനത്തിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4295 mm ആണ്. ഇതിൻ്റെ വീൽ ബേസ് 2700 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 186 mm ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പൊക്കം 1677 mm ആണ്. വീതി 1850 mm ആണ്. ഇഷ്ടംപോലെ സ്ഥല സൗകര്യവും ഇഷ്ടംപോലെ വലിപ്പവും മികച്ചൊരു റോഡ് പ്രസൻസുമാണ് MG വിൻസറിന് എന്ന് ചുരുക്കം. ഇന്ത്യയിലെ മധ്യവർഗത്തിന് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കാൻ കഴിയണം എന്ന വലിയ ഒരു ചിന്താഗതിയാണ് MG-JSW കൂട്ടുകെട്ടിനുള്ളത്. ഇലക്ട്രിക് വാഹനം വേണോ വേണ്ടയോ എന്ന് ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡീസൽ വാഹനത്തെക്കാൾ 4 മുതൽ 6 ലക്ഷം രൂപ വരെ കൂടുതലായി നൽകണം ഒരു EV സ്വന്തമാക്കണമെങ്കിൽ. ഈ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് മിക്കവരും ഐസ് വാഹനങ്ങളിലേക്ക്, പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് ചുവട് മാറ്റുന്നത്. എന്നാൽ എല്ലാവരും EVയിൽ യാത്ര ചെയ്യട്ടെ, എല്ലാവരും ലക്ഷറിയസ് യാത്ര ചെയ്യട്ടെ, കംഫർട്ടിൽ യാത്ര ചെയ്യട്ടെ എന്നുള്ള ഒരു വലിയ പോളിസിയുമായിട്ടാണ് MG വിൻസർ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് JSW MG കൂട്ടുകെട്ട് ഇത് സാധ്യമാക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് MG വിൻസർ എത്തുന്നത്. ബാസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കീം,
ഒരു സാധാരണ SUV വാങ്ങിക്കുന്ന വില മാത്രമായ 10 ലക്ഷം രൂപ നൽകി നമുക്കിപ്പോൾ MG വിൻസർ സ്വന്തമാക്കാം. ബാക്കി തുക ബാറ്ററിയുടേതാണ്. ആ ബാറ്ററി വാടകയ്ക്കായിട്ടാണ് നമ്മൾക്ക് സ്വന്തമായി ലഭിക്കുക. കിലോമീറ്ററിന് 3.5 രൂപ മാത്രം വാഹന നിർമ്മാതാക്കൾക്ക് നൽകിയാൽ മതി. മറ്റൊരു വലിയ കാര്യം, ഇത് ഒക്ടോബർ 31 വരെ ഉള്ള പ്രീ ഇൻട്രൊഡക്ടറി ഓഫറാണ്. അത് കഴിഞ്ഞാൽ ഈ സ്കീമിൽ നിങ്ങൾക്ക് ഈ വിലയിൽ വാഹനം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നുകൂടി പറയുന്നു. അതേപോലെ ഒരു വലിയ ഓഫറാണ്. സാധാരണ വിലയിൽ, അതായത് സാധാരണ ബാറ്ററിയുടെയും വാഹനത്തിൻ്റെയും കൂടെയായ മൊത്തത്തിലുള്ള ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള മറ്റ് EV പർച്ചേസ് പോലെ തന്നെയും MG വിൻസർ സ്വന്തമാക്കാം. MG കോമറ്റിനും MG ZS CVക്കും മധ്യത്തിലായിട്ടാണ് MG വിൻസർ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വാഹനം വാങ്ങിച്ചാലും, അതായത് ബാസ് എന്ന് പറയുന്ന ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള ആ ഒരു സ്കീമിൽ വാഹനം വാങ്ങിച്ചാലും ലൈഫ് ലോങ് വാറണ്ടി ബാറ്ററിക്ക് കൊടുക്കുന്ന ആദ്യത്തെ നിർമ്മാതാക്കൾ കൂടിയാണ് JSW MG മോട്ടോർ ഇന്ത്യ എന്നുകൂടി പറയുന്നു. അതേപോലെ വലിയ ഒരു ഓഫറാണ്. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓഫറെന്ന് തീർച്ചയായിട്ടും പറയാം. 3 വർഷം അല്ലെങ്കിൽ 45,000 കിലോമീറ്റർ വരെ ഓടിച്ച ശേഷം നിങ്ങൾക്ക് വാഹന നിർമ്മാതാക്കൾക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ അതിൻ്റെ 60% വില ബൈബാക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വലിയൊരു ഓഫർ കൂടി നൽകുന്നു. ഈ ഓഫറുകളെല്ലാം ഫസ്റ്റ് ഓണർക്കാണ് നൽകുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾ രജിസ്ട്രേഷന് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. ഈ ഒരു സ്കീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ഓണറുടെ തീരുമാനമാണ്. സെക്കൻഡ് ഓണറിലേക്ക് വരുമ്പോൾ സാധാരണ പോലെ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ മാത്രമായിരിക്കും ഈ വാഹനത്തിൻ്റെ വാറണ്ടി. വിൻസർ സ്വന്തമാക്കുന്നവർക്ക് വേണ്ടി വാഹന നിർമ്മാതാക്കൾ മറ്റൊരു ഓഫർ കൂടി നൽകുന്നുണ്ട്. MG ആപ്പിലൂടെ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഇ-ഹബ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്പിലൂടെ നമുക്ക് എവിടെയെല്ലാം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, ഇനി എത്ര ദൂരം എവിടേക്ക് പോകാം, ഇങ്ങനത്തെ ഈ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ MGയുടെ വിൻസർ ഓണേഴ്സിന് വേണ്ടിയിട്ട് വാഹന നിർമ്മാതാക്കൾ ആദ്യത്തെ 1 വർഷം ഇ-ഹബ് വഴി നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ചാർജിങ് തുക അതായത് 0 എന്നുള്ള ഒരു വാഗ്ദാനം കൂടി നൽകുന്നുണ്ട്. എന്തായാലും ഒക്ടോബർ 31 മുമ്പ് ഈ വാഹനം സ്വന്തമാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ലാഭകരമാണ്. പെട്രോൾ ഡീസൽ വിലയിൽ തന്നെ നമുക്കൊരു വാഹനം കിട്ടും. പൂർണ്ണമായും സൗജന്യമായ കുറേ കാര്യങ്ങളുണ്ട്. വൈദ്യുത വാഹന രംഗത്ത് ഈ ഒരു ഓഫറുകളെല്ലാം തന്നെ വലിയൊരു ചലനം സൃഷ്ടിക്കും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഈ വാഹനം എത്തുന്നത് 4 കളറുകളിലാണ്, അതുപോലെ തന്നെ 3 വേരിയന്റുകളിലുമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി MG മോട്ടോഴ്സ് MG വിൻസറിൻ്റെ ലോഞ്ചിലൂടെ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അവതരിപ്പിച്ച ഒരു പ്രത്യേക സ്കീമാണ് ബാസ് എന്നാൽ ബാറ്ററി ആസ് എ സർവീസ്. ബാറ്ററി ഉപഭോക്താക്കൾക്ക് വാടകയ്ക്ക് നൽകുന്ന ഒരു സ്കീമാണിത്. കാറിൻ്റെ വില പ്രത്യേകമായി നൽകൂ, ബാറ്ററി വാടകയ്ക്ക് നൽകാം എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ മേന്മ. പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിലയിൽ ഒരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കാം എന്ന ആകർഷണീയതയാണ് ഈ ഒരു സ്കീമിൽ ഉള്ളത്. എന്നാൽ ഈ ഒരു സ്കീം വഴി ഒരു വാഹനം സ്വന്തമാക്കണമെങ്കിൽ ഫിനാൻസിങ് കമ്പനികൾ വഴി മാത്രമേ നമുക്ക് ഇത് സാധ്യമാകൂ എന്നുകൂടി പറയുന്നു. ബാസ് സ്കീം വഴി വാഹനം സ്വന്തമാക്കാൻ 4 ഫിനാൻസിങ് കമ്പനികളുമായിട്ടാണ് MGക്ക് ടൈപ്പ് ഉള്ളത്. വാഹനത്തിൻ്റെ പ്രത്യേകമായ വില, മാസം തോറും ഓടുന്ന കിലോമീറ്ററിനനുസരിച്ച് മറ്റൊരു വില, ഈ 2 വിലയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള EMI കണക്കാക്കിയാണ് വാഹനം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. MG വിൻസർ മിനിമം 1500 കിലോമീറ്റർ മാസം ഓടണം. കിലോമീറ്ററിന് 3.5 രൂപ വാടക ഇനത്തിൽ നമ്മൾ നൽകണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1500 കിലോമീറ്റർ ഓടുകയും കിലോമീറ്ററിന് 3.5 രൂപ നൽകുകയും ചെയ്താൽ 5250 രൂപ ബാറ്ററിയുടെ വാടക ഇനത്തിൽ വാഹന നിർമ്മാതാക്കൾക്ക് നമ്മൾ നൽകണം. 3 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്നിങ്ങനെയുള്ള 2 കാലാവധിയിലാണ് ബാസ് സ്കീമിലൂടെ MG വിൻസർ സ്വന്തമാക്കാൻ പറ്റുക. ഇൻഷുറൻസ്, ഹൈപ്പോത്തിക്കേഷൻ, സബ്സിഡി തുടങ്ങിയ കാര്യങ്ങൾ വാഹനത്തിൻ്റെ യഥാർത്ഥ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിർണ്ണയിക്കുക. 1500 കിലോമീറ്റർ ഒരു മാസം ഓടണം എന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഒരു മാസം നിങ്ങൾ 1500 കിലോമീറ്റർ ഓടിയില്ലെങ്കിൽ അധികമുള്ള ബാക്കിയുള്ള കിലോമീറ്റർ തൊട്ടടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ള ഒരു ഗുണം കൂടി ഈ സ്കീമിൽ ഉണ്ട്.
മറ്റൊന്ന് പറയാനുള്ളത്, കാർ വില മൊത്തത്തിൽ നൽകി ബാറ്ററി വാടക മാത്രം EMI വഴി എടുക്കാനുള്ള ഒരു സ്കീമും ഫിനാൻസിംഗ് കമ്പനികൾ നൽകുന്നുണ്ട്. MGയുടെ മറ്റ് EV വാഹനങ്ങളായ MG കോമറ്റ്, ZS EV എന്നീ വാഹനങ്ങൾക്കും ബാസ് വഴി വാഹനം സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. സാധാരണ നിലയിൽ വാഹനം സ്വന്തമാക്കണമെങ്കിൽ MG മോട്ടോഴ്സിൻ്റെ MG വിൻസർ ഇപ്പോൾ നിലവിലുള്ളത് 3 വേരിയൻറ്റുകളിലാണ്. എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ്. സാധാരണ നിലയിൽ ഈ വാഹനത്തിൻ്റെ വില 13,50,000 രൂപ, 14,50,000 രൂപ, 15,50,000 രൂപ എന്നീ ക്രമത്തിലാണ്. ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസിലാണ്. 6 രീതിയിലുള്ള ചാർജിംഗ് ആണ് വിൻസർ EVക്കുള്ളത്. DC സൂപ്പർ ഫാസ്റ്റിലൂടെ 0 നിന്ന് 80% ചാർജ് ലഭിക്കാൻ 55 മിനിറ്റ് ആവശ്യമാണ്. AC ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ 100% ചാർജ് എത്താൻ 6.5 മണിക്കൂർ വേണം. ടെക്നോളജി റിച്ച് ആണ് MG വിൻസർ. iSmart ആപ്പ് വഴി 80ലധികം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഇതിനകത്തേക്കുണ്ട്. MG ആപ്പ് സ്റ്റോർ, ജിയോ ഗെയിംസ്, ഹോം ടു കാർ, ജിയോ 7 ആപ്പ്, 30ലധികം ഇംഗ്ലീഷ് കമാൻഡുകൾ, AI ബേസ്ഡ് വോയിസ് കമാൻഡ്സ് എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെയും MG വിൻസറിലുണ്ട്. വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ MG വിൻസർ എത്തുന്നത്. എയറോ ഗ്ലൈഡ് ഡിസൈൻ എന്നാണ് നിർമ്മാതാക്കൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് MG വിൻസർ എത്തിയിരിക്കുന്നത്. മുൻഭാഗത്തെ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണക്റ്റഡ് DRLും ലാമ്പും എല്ലാം തന്നെ LED-യിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് LED-യിലാണ് വന്നിരിക്കുന്നത്. ഇലൂമിനേറ്റഡ് MG ലോഗോയാണ് വിൻസറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നു. 18 ഇഞ്ച് വലിപ്പത്തിലുള്ള അലോയ് വീലാണ് MG വിൻസറിനുള്ളത്. സൈഡ് പ്രൊഫൈലിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. വലിയ ഒരു വാഹനമാണിത്. ധാരാളം ക്രോം എലിമെന്റ് സൈഡ് പ്രൊഫൈലിൽ, വിൻഡോ ലൈനിലൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്ലഷ്, അതായത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന പ്ലഷ് ഹാൻഡിൽസ് ആണ് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ മോറിസ് ഗാരേജസ് എന്ന് പറയുന്ന ബഡ്ജിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഒരു ക്രോം എലിമെന്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വലിപ്പമേറിയ ഒരു വാഹനമാണ് ഇതെന്ന്. ഇതിൻ്റെ വീൽ ബേസ് 2700 mm ഒക്കെ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ റിയർ ലൈറ്റുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലിലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്ന രീതിയിലാണ് റിയർ ലൈറ്റുകൾ നൽകുന്നത്. എയറോ ഗ്ലൈഡ് ഡിസൈൻ വളരെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴാണ്. MG വിൻസറിൻ്റെ റിയർ കാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലാസ് ആൻറ്റിനയാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. മറ്റൊന്ന് പറയാനുള്ളത്, വലിയൊരു ബൂട്ട് സ്പേസ് ആണ് MG വിൻസറിനുള്ളത്. 604 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹന നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. MGയുടെ ബാഡ്ജിങ്, വിൻസറിൻ്റെ ബാഡ്ജിങ്, EV എന്നുള്ള ബാഡ്ജിങ് ഒക്കെ തന്നെയും ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള LED റിയർ ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൽ 360 ഡിഗ്രി ക്യാമറ നൽകിയിട്ടുണ്ട്. നമ്മുടെ വലിപ്പമേറിയ 36.9 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് വളരെ ക്ലാരിറ്റിയുള്ള 360 ഡിഗ്രി ക്യാമറ നമ്മുടെ യാത്രയിൽ ഉടനീളം, അതായത് ടേണിംഗ് പോയിന്റുകളിലാണെങ്കിലും റിവേഴ്സുകളിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലെവൽ 2 അഡാസ് സൗകര്യങ്ങൾ ഈ വാഹനത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു MG കോമറ്റിനും MG ZS EVക്കും മധ്യത്തിലായിരിക്കും MG വിൻസറിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലെവൽ 2 അഡാസ് സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഒരു പക്ഷേ MG ZS EVക്ക് ഒപ്പമുള്ള ഒരു പ്രൈസിലേക്ക് ഇത് പോകും എന്നതുകൊണ്ടാകാം ഈ ഒരു, അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിലേക്കും അഡാസ് സൗകര്യങ്ങളുണ്ട്, ഈ വാഹനത്തിൽ അഡാസ് സൗകര്യങ്ങൾ നൽകാത്തത് എന്ന് കരുതുന്നു. എന്നാൽ മറ്റുള്ള ബാക്കിയുള്ള എല്ലാ വിധത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. 4 വീലുകളിലേക്കും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വന്നിട്ടുണ്ട്, ഹിൽ ഡിസെന്റ് കൺട്രോളും ഹിൽ അസെന്റ് കൺട്രോളും വന്നിട്ടുണ്ട്, റെയിൻ സെൻസർ വൈപ്പിംഗ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ സുരക്ഷാ അലർട്ടുകളും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്റ്റാറ്റസും എല്ലാം തന്നെയും നൽകുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും വാഹനത്തിൽ ഉണ്ട്. MG വിൻസറിൻ്റെ സേഫ്റ്റിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്ട്രെങ്തിനെ കുറിച്ചിട്ട് കൂടി പറയുന്നു. അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ട് അതുപോലെ തന്നെ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ട് ഒക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും സുരക്ഷ വേണ്ട സാഹചര്യങ്ങളിലൊക്കെ തന്നെയും അവർ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ വ്യൂളിംഗ് എയർ EV വിൽപ്പനയിലുള്ളത് 2 ബാറ്ററി പാക്കിലാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വിൻസർ EV ആയി നാമകരണം ചെയ്ത് ഈ വാഹനം എത്തുമ്പോൾ ഒറ്റ ബാറ്ററി പാക്കിൽ മാത്രമേ ഇന്ത്യയിൽ ഈ വാഹനം ലഭ്യമുള്ളൂ. 38 കിലോവാട്ട് അവറിലുള്ള ബാറ്ററി വാഗ്ദാനം ചെയ്യുന്ന ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 331 കിലോമീറ്ററാണ്. എന്നാൽ
100% ചാർജ് ആകുന്ന ഈ വാഹനത്തിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമ്മൾ 315 കൃത്യമായിട്ട് കാണുന്നുണ്ട്. ബാക്കി 331 എന്ന് പറയുന്നത് ഇവർ ശരിക്കും ഇതിൻ്റെ റീജനറേറ്റീവ് എനർജിയും കൂടി കണക്കാക്കിയായിരിക്കാം പറയുന്നത്. എന്തായാലും എം ജി മോട്ടോഴ്സിൻ്റെ കോമറ്റിലാണെങ്കിലും വിൻസറിലാണെങ്കിലും അവർ കൃത്യമായി പറയുന്ന റേഞ്ച് തന്നെ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സാധാരണ വാഹന നിർമ്മാതാക്കൾ ക്ലെയിംഡ് റേഞ്ച് എന്ന് വലിയ ഒരു തുക പറയും. പക്ഷേ എം ജി മോട്ടോഴ്സ് ഒരിക്കലും അത്തരത്തിലൊരു ക്ലെയിം നടത്തിയിട്ടില്ല. അത് നമ്മൾ വ്യക്തമായി എം ജി കോമറ്റിൽ കണ്ടതാണ്. അപ്പം ഇവർ പറയുന്നത് ഞങ്ങളുടെ റേഞ്ച് 331 മാത്രം ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണുന്ന ഇന്ന് ഇത്രയും നേരം ഈ വാഹനം ഓടിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത്ര പെർസെൻറ്റേജ് ബാറ്ററി ഇത്ര കൂടി നിങ്ങൾക്ക് ഓടാം എന്ന് കൃത്യമായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ മെൻഷനിങ് ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ടൊരു നിയമം വരികയാണ്, റിയൽ ലൈഫിൽ കിട്ടുന്ന റേഞ്ച് വ്യക്തമാക്കിയേ പറ്റുള്ളൂ. ഈ അടുത്ത കാലത്തായി ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഏറ്റവും അവസാനത്തെ curve.evയ്ക്കും റിയൽ ലൈഫിലെ റേഞ്ച് കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ EV സീരീസിലുള്ള എല്ലാ വാഹനങ്ങളുടെ റേഞ്ചും, അതായത് റിയൽ ലൈഫ് റേഞ്ചും ടാറ്റ മോട്ടോഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരും തന്നെയും നിർമ്മാതാക്കൾ ആദ്യം അവകാശപ്പെടുന്ന വലിയ റേഞ്ച് തന്നെ കിട്ടും എന്ന് കരുതി ഒരു EV വാഹനവും വാങ്ങിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് 4 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. മറ്റെല്ലാ വാഹനങ്ങളിലും നമ്മൾ 3 ഡ്രൈവ് മോഡാണ് വന്നിരിക്കുന്നത്. എക്കോ പ്ലസ്, ഇക്കോ, അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്, പിന്നെ നോർമൽ മോഡ്. ഇക്കോ പ്ലസിലാണ് ഏറ്റവും അധികം റീജനറേറ്റീവ് എനർജി വരുന്നത്. എക്കോ പ്ലസിലേക്ക് നമ്മൾ ഈ വാഹനത്തെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കോ പ്ലസിലെ റീജനറേറ്റീവ് എനർജി ഏറ്റവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഉയർന്ന സ്പീഡ് 80 കിലോമീറ്റർ ആയിട്ട് അവർ ലിമിറ്റ് ചെയ്തിട്ടുമുണ്ട്. അതികഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് എം ജി വിൻസർ നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ഈ വാഹനത്തിലേക്കുണ്ട്. ബാറ്ററിയിലേക്ക് ഹീറ്റിംഗ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഈ വാഹനത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സേഫാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് യാത്രയ്ക്ക് തുല്യമായ കംഫർട്ടാണ് എം ജി വിൻസർ വാഗ്ദാനം ചെയ്യുന്നത്. അതിന് തുല്യമായിട്ടുള്ള സെഗ്മെന്റ് ഫസ്റ്റ് എയ്റോ ലോഞ്ച് സീറ്റ് അപ്പോൾസ്ട്രിയാണ് ഇവർ നൽകിയിരിക്കുന്നത്. മുന്നിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു ലക്ഷറി ഫീൽ നൽകാൻ വേണ്ടി ഗോൾഡിൻ്റെ എലിമെന്റ്സ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസിലായിട്ടൊക്കെ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഇന്റീരിയർ എന്ന് തന്നെ നമുക്ക് പറയാം. വലിപ്പമേറിയ ഇത് ക്ലോസ്ഡ് ആണ്. ഒരു പനോരമിക് സൺറൂഫ് ഉണ്ട്. നമുക്കതിൽ ശരിക്കും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെയും ഈ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെ സാധ്യമാകും. 39.6 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് സർവ്വവിധ കൺട്രോളുകളും ഇതിനകത്തൂടെ സാധ്യമാകും എന്നുള്ളതാണ്. റിയർ വ്യൂ മിറർ മോണിറ്ററിന്റെ ക്രമീകരണം പോലെ നമുക്ക് ഇതിനകത്തൂടെ സാധ്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ സ്റ്റിയറിംഗിന്റെ 2 സൈഡിലായിട്ട് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടും ഓരോ ടോഗിൾസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്രമീകരണത്തിലൂടെയും നമുക്ക് സാധിക്കാം. ഡ്രൈവ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിലൂടെയാണ്. വെഹിക്കിളിന്റെ സെറ്റിംഗ്സ് ഒക്കെ തന്നെയും ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനകത്തേക്ക് മ്യൂസിക് സൗണ്ട് മോഡ്സ് വന്നിട്ടുണ്ട്. അപ്പം പിൻനിരയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിരിക്കുന്നു എങ്കിൽ ചൈൽഡ് മോഡിലോട്ടൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ 256 തരത്തിലുള്ള ആംബിയൻ ലൈറ്റിംഗ് ഇതിനകത്തേക്കുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ റാൻഡമായി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് ഒരു കളർ തന്നെ സെറ്റ് ചെയ്യാം. എന്തായാലും ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്തേക്ക് ഉള്ളത്. അതുപോലെ തന്നെ എം ജിയുടെ ആപ്പ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. 60ലധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്തേക്ക് ഈ ഹബ്ബ് വഴിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റും. നാവിഗേഷൻ അറിയാൻ പറ്റും. എല്ലാവിധ കാര്യങ്ങളും ഇതിനകത്തേക്ക് പറയാൻ പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീരാൻ പറ്റാത്തത്ര കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്നത്.
ഡാഷ്ബോർഡിലെ ഈ ഹൊറിസോണ്ടൽ ലൈനുകൾ മനോഹരമായിട്ടുണ്ട്. ഇത് AC വെന്റുകളാണ് ഇതിന് ഇടയിലായിട്ട് ഇത് കാണുന്നത്. ഇവിടെ കുറെ സ്വിച്ചസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ചാർജിംഗ് സോക്കറ്റുകൾ നൽകിയിരിക്കുന്നത് കുറച്ച് താഴെയായിട്ടാണ്. എന്നാൽ ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് എന്ന ഒരു പോസിറ്റീവ് കാര്യം ഇതിനകത്തേക്കുണ്ട്. നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ച ശേഷം ഇതിങ്ങനെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ നല്ല യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. വയർലെസ് ചാർജിംഗ് സൗകര്യം ഇവിടെയായിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആംറസ്റ്റിന് താഴെയായിട്ടും വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 രീതിയിൽ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റിന്റെ കംഫർട്ട്, അതായത് മുൻനിരയിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആണ്. പ്ലഷ് ഇന്റീരിയേഴ്സ് ആണ് ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നത്. നൈറ്റ് ബ്ലാക്ക് എന്ന നിറമാണ് ഈ വാഹനത്തിന്റെ ലോവർ പോർഷനിലേക്ക്, ഡാഷ്ബോർഡ് ആണെങ്കിലും സീറ്റ് അപ്പോൾസ്ട്രിയിലേക്കും ഡോർ പാനൽസിലേക്കും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് ഗോൾഡ് എലിമെന്റ് ഒരു പ്രീമിയം ഫീൽ വരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പർ പോർഷൻ ലൈറ്റ് ഗ്രേയിലാണ് വന്നിരിക്കുന്നത്. പനോറമിക് സൺറൂഫ് എന്ന് പറഞ്ഞാൽ മുൻനിര മുതൽ അങ്ങ് ബാക്കിലേക്ക് വരെയും കിടക്കുകയാണ്. വിശാലമായ ആകാശക്കാഴ്ചയാണ്. ഭയങ്കര റൂമി ഫീലാണ് ഈ വാഹനത്തിന്. എന്തായാലും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ അല്ലെങ്കിൽ USP ആയ 2ാം നിരയിലേക്ക് നമുക്ക് പോകാം. MG വിൻസർ EVയുടെ നീളം 4295 mm ആണ്. ഇതിന്റെ വീൽ ബേസ് 2700 ആണ്. MG വിൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 2ാം നിരയിലെ കംഫർട്ടാണ്. അതായത് എയറോ ലോഞ്ച് സീറ്റുകളാണ് അവർ നൽകിയിരിക്കുന്നത്. ഒരു ബിസിനസ് ക്ലാസ് വിമാനയാത്രയ്ക്ക് തുല്യമായ സുഖസൗകര്യമാണ് വാഹന നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത്. തികച്ചും അത് സത്യമാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിൻനിരകൾ നമുക്ക് 135 ഡിഗ്രി ഇങ്ങനെ പിന്നിലേക്ക് ഇത് ചെയ്യാൻ പറ്റും. കാലുകൾ നീട്ടി വെച്ച് സുഖമായി ചാരി ഇരുന്ന് യാത്ര ചെയ്യാം. MG വിൻസർ EVയുമായി നഗരഹൃദയത്തിലൂടെ, തിരക്കേറിയ നഗരത്തിലൂടെ നമ്മൾ ഡൽഹിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു EVയിലൂടെ ഇത്ര തിരക്കുള്ള ഈ നഗരത്തിലൂടെ ഓടിക്കാൻ യാതൊരു വിധമായ ടെൻഷനും തോന്നില്ല. പ്രധാനമായിട്ടും ഈ വാഹനത്തിന്റെ വിൻഡോ ഏരിയ എല്ലാം വളരെ താഴ്ത്തിയാണ്. അപ്പോൾ എനിക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ്, നമുക്ക് ഡ്രൈവർ സീറ്റ് 6 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോണിനനുസരിച്ച് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലൂടെയും ഡൽഹി നഗരഹൃദയത്തിന്റെ തിരക്കിലൂടെയും ഒക്കെ തന്നെ ഈ വാഹനം ഓടിച്ചു. 4 ഡ്രൈവ് മോഡുകളുണ്ട്. ഇതിനകത്തേക്ക് എക്കോ പ്ലസ് എന്ന് പറയുന്ന ഡ്രൈവ് മോഡിലാണ് ഏറ്റവും അധികം റീജനറേറ്റീവ് എനർജി കിട്ടുന്നത്. അതിന്റെ ഉയർന്ന സ്പീഡ് 80 കിലോമീറ്ററായി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം റീജനറേറ്റീവ് എനർജി കിട്ടുമോ എന്ന് കരുതി നമ്മൾ ആ ഒരു മോഡിലേക്ക് പോയിട്ടില്ല. സ്പോർട്സ് മോഡിൽ വാഹനം ഓടിച്ചു. ഈക്കോ മോഡിലും നോർമൽ മോഡിലും ഒക്കെ തന്നെ വാഹനം ഓടിച്ചു നോക്കി. ഏകദേശം 100 കിലോമീറ്ററിനടുത്ത് ഈ വാഹനം ഓടിച്ചു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അവർ രാവിലെ പറഞ്ഞ അതേ റേഞ്ച് നമുക്ക് ഈ വാഹനം അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ റേഞ്ച് തന്നെ ഈ വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട്. എയറോ ലോഞ്ച് സീറ്റുകളിൽ ഇരുന്ന്, വെന്റിലേറ്റഡ് സീറ്റുകളിൽ ഇരുന്ന് വളരെ കംഫർട്ടബിളായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു EV ആണ് വിൻസർ എന്ന് തീർച്ചയായിട്ടും പറയും. നിർമ്മാതാക്കൾ പറയുന്നത് പോലെ ബിസിനസ് ക്ലാസ് എയർക്രാഫ്റ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന സുഖത്തോടു കൂടി പിൻനിരയിലിരുന്ന് യാത്ര ചെയ്യാനും പറ്റും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ, അതുപോലെ തന്നെ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, അതേപോലെ തന്നെ വാഹനത്തിന്റെ 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം തന്നെ ഉപകാരപ്പെട്ടു. മികച്ച സസ്പെൻഷൻ, മികച്ച NVH ലെവൽസ്, എല്ലാ അർത്ഥത്തിലും വിൻസർ EVയെ ഇഷ്ടമായി എന്ന് പറയുന്നു. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ ഡൽഹിയിൽ നിന്നും എല്ലാവർക്കും ഗുഡ് ബൈ.